കണ്ണൂർ പയ്യാവൂർ സ്കൂൾ കെട്ടിടത്തിൽ നിന്നും 17-കാരി ചാടി ആത്മഹത്യ ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് ആത്മഹത്യ. പെൺകുട്ടി മരിച്ചിരിക്കുകയാണ്. ആ പെൺകുട്ടിയുടെ അവയവം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു രോഗിക്കാണ് മാറ്റിവെക്കുന്നത്. കിഡ്നിയാണ് പെൺകുട്ടിയുടെ അവയവം ഈ ഒരു യുവാവിലേക്ക് മാറ്റി വയ്ക്കുന്നത്. എന്തായാലും ഇന്ന് രാവിലെയാണ് ഈ പെൺകുട്ടിയുടെ അവയവം തിരുവനന്തപുരം എയർപോർട്ടിലേക്ക് എത്തിയത്. ഇൻഡിഗോയിലാണ് എത്തിച്ചിരിക്കുന്നത്. ഇപ്പോൾ ആ അവയവം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഈ ഒരു കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ നമിത എന്ന് പറയുന്ന ഡോക്ടറാണ് ഈ അവയവം ഇവിടെ എത്തിക്കുന്നതിനുള്ള എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകിയിരിക്കുന്നത്. എന്തായാലും ആ ദൃശ്യങ്ങളൊന്ന് കാണാം. ആസ്റ്റർമെൻസ് ഹോസ്പിറ്റൽ എന്നാണ് അത്. ഇവിടെ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജുകൾ സാധാരണ ഇവിടെ അവയവദാനം നടന്നാലും മെഡിക്കൽ കോളേജുകൾക്ക് ഒരു കിഡ്നി കൊടുക്കണമെന്നുള്ളതാണ് നിയമം. ഇപ്പോൾ കോട്ടയത്തിനും കോഴിക്കോടിനും കുറച്ച് സാങ്കേതിക കാരണങ്ങൾ കാരണം കിഡ്നി എടുക്കാത്തത് കൊണ്ട് നമുക്ക് ട്രിവാൻഡ്രമാണ് അലോക്കേറ്റഡ് ആയത്. അപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും വലിയ വെറ്റുകളി അവിടെ നിന്ന് സമയബന്ധിതമായി ഇവിടെ കൊണ്ടുവരണം. ഹെലികോപ്റ്ററിൻ്റെ കുറച്ച് സാങ്കേതിക ബുദ്ധിമുട്ടുണ്ട്. അത് കാരണം നമ്മൾ കൊമേഴ്ഷ്യൽ എയർക്രാഫ്റ്റ് പറ്റുമോ നോക്കി. അങ്ങനെ ഇൻഡിഗോയെ കോൺടാക്ട് ചെയ്യും. ഇൻഡിഗോ നമുക്ക് സീറ്റ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്തത്. അതിനുശേഷം നമുക്ക് ആരിത് കൊണ്ടുവരുന്നുള്ളത്. അപ്പോൾ നമുക്ക് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കണ്ണൂരിലെ ഏറ്റവും വളരെ 2 ആഴ്ചയ്ക്ക് മുമ്പ് ജോയിൻ ചെയ്ത ട്രാൻസ്പ്ലാന്റ് കൗണ്ടർ നമിത വോളണ്ടിയർ ചെയ്യും. നമിത ആസ്റ്റർ മിംസിൽ പോയി അവിടെ റിട്രീവൽ സർജൻസ് ഓർഗൻ പാക്ക് ചെയ്ത് കൈമാറി കിഡ്നിയുമായിട്ടാണ് നമിത ഇവിടെ എത്തിയിരിക്കുന്നത്. നമിത എടുത്ത് നിങ്ങളൊന്ന് സംസാരിക്കാം, നമിതയുടെ അനുഭവം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യമായിട്ട് ഇത് അത്രയും വർക്കിൽ ഞാനിപ്പോൾ ജോയിൻ ചെയ്തിട്ട് അത്രേ ആയുള്ളൂ. അപ്പോൾ ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാ കാര്യങ്ങളും പഠിക്കാൻ വേണ്ടി പറ്റി. പിന്നെ ഇന്നലെ രാത്രി മുതൽ തന്നെ എന്താ പറയുക, ഉറക്കില്ലാതെ കേസ് ഓട്ടോൻ്റെ എല്ലാ ആൾക്കാരും അതേപോലെ ഡോക്ടേഴ്സും ഇവിടെയുള്ള ഡോക്ടേഴ്സും എല്ലാവരും തന്നെ എന്താ പറയുക കോർഡിനേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫുൾ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്ത് അതിന് നല്ല ഇൻഫോർമേഷനൊക്കെ അവർ തന്നതുകൊണ്ട് വളരെ കറക്റ്റായിട്ട് ഇത് കാര്യങ്ങൾ പേപ്പർ വർക്ക്സും കാര്യങ്ങൾക്കൊന്നും ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടില്ല. അതുപോലെ തന്നെ ഇൻഡിഗോക്കാരാണെങ്കിലും അവർ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു. സീറ്റൊക്കെ പിന്നെ ബോക്സ് വെക്കാൻ തന്നെ അവർ പ്രത്യേകം സീറ്റൊക്കെ അറേഞ്ച് ചെയ്ത് തന്നു.